ആർഎസ്എസ് അധികാരിയെ കാണാൻ ഇത് ആദ്യമായിട്ടല്ല കേരളത്തിലെ ഒരു എഡിജിപി വരുന്നത്. ഐഎഎസുകാരും ഐപിഎസുകാരും ചീഫ് സെക്രട്ടറിയും വരെ സംഭാഷണം നടത്തിയിട്ടുണ്ട്. തുറന്നു പറഞ്ഞത് ജയകുമാറാണ്. എഡിജിപി ആർഎസ്എസ് കൂടിക്കാഴ്ച വിവാദത്തിൽ പ്രതികരിച്ചാണ് ആർഎസ്എസ് സമ്പർക്ക് പ്രമുഖ് എ ജയകുമാർ എത്തിയത്. ഇത് ആദ്യമായിട്ടല്ല കേരളത്തിലെ ഒരു എഡിജിപി ആർഎസ്എസ് അധികാരിയെ കാണാൻ വരുന്നതെന്നും ഐഎഎസുകാരും ഐപിഎസുകാരും ചീഫ് സെക്രട്ടറിയും വരെ ആർഎസ്എസ് നേതൃത്വവുമായി സംഭാഷണം നടത്തിയിട്ടുണ്ടെന്നും ജയകുമാർ ഫേസ്ബുക്ക് കുറിപ്പിൽ പറഞ്ഞു. സമ്പർക്ക് പ്രമുഖ് എന്ന നിലയിൽ ഇനിയും പ്രമുഖരുമായി കൂടിക്കാഴ്ചകൾ തുടരുമെന്നും ജയകുമാറിന്റെ ഫേസ്ബുക്ക് കുറിപ്പിൽ പറയുന്നു. എഡിജിപി എംആർ അജിത് കുമാർ, ആർഎസ്എസ് ജനറൽ സെക്രട്ടറി ദത്താത്രേയ ഹൊസബാലെ തുടങ്ങിയവരുമായി കൂടിക്കാഴ്ചയ്ക്ക് കളമൊരുക്കിയത് എ ജയകുമാർ ആയിരുന്നുവെന്നാണ് പുറത്തുവന്ന വിവരം. കൂടിക്കാഴ്ച അജിത് കുമാർ സ്ഥിരീകരിച്ചിരുന്നു. കൂടിക്കാഴ്ചയുമായി ബന്ധപ്പെട്ട് ജയകുമാറിന് സംസ്ഥാന പോലീസ് നോട്ടീസ് അയച്ചിരുന്നു. മൊഴി നൽകാൻ ഹാജരാകാനും ആവശ്യപ്പെട്ടിരുന്നു. ഈ അന്വേഷണവുമായി അജിത് കുമാർ സഹകരിക്കില്ല. തന്റെ പൊതുജീവിതത്തിൽ താൻ ചെന്നു കണ്ടവരുടെയും തന്നെ വന്ന് കണ്ടവരുടെയും തന്നോടൊപ്പം വന്ന സംഘ അധികാരികളെ കണ്ട മറ്റു ഉദ്യോഗസ്ഥരുടെയും ലിസ്റ്റ് തിരഞ്ഞു പോയാൽ അതിൽ എല്ലാ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളിലും മതവിഭാഗങ്ങളിലും പെടുന്ന നൂറുകണക്കിന് നേതാക്കളുണ്ടാകും. അതിനൊക്കെ നോട്ടീസ് അയക്കാൻ തുടങ്ങിയാൽ ഇതിനായി ഒരു പുതിയ ഡിപ്പാർട്ട്മെന്റ് സർക്കാർ ആരംഭിക്കേണ്ടി വരുമെന്ന പരിഹാസവും ജയകുമാർ വിശദീകരിക്കുന്നു. എഡിജിപി ആർഎസ്എസ് ജനറൽ സെക്രട്ടറി ദത്താത്രേയ ഹൊസബാലെ കൂടിക്കാഴ്ചയെക്കുറിച്ചുള്ള വിവരങ്ങൾ പുറത്തെത്തിയത് വലിയ രാഷ്ട്രീയ വിവാദങ്ങൾക്ക് വഴിതെളിച്ചിരുന്നു. ഈ കൂടിക്കാഴ്ചയിലെ സാന്നിധ്യമായിരുന്നു ആർഎസ്എസ് സമ്പർക്ക് പ്രമുഖ് എ ജയകുമാർ. സമ്പർക്ക് പ്രമുഖ് എന്ന നിലയിൽ ഇനിയും പ്രമുഖരുമായി കൂടിക്കാഴ്ചകൾ തുടരുമെന്നും നോട്ടീസ് കിട്ടിയാലും ഇല്ലെങ്കിലും കൂടിക്കാഴ്ചകളിലെ അന്തസാരം വലിയ ജനങ്ങൾക്ക് ബോധ്യപ്പെടുമെന്നും പറഞ്ഞാണ് അദ്ദേഹം ഫേസ്ബുക്ക് കുറിപ്പ് അവസാനിപ്പിക്കുന്നത്. എഡിജിപി അജിത് കുമാറിനെ സ്വന്തം കാറിൽ ആർഎസ്എസ് ജനറൽ സെക്രട്ടറി ദത്താത്രേയ ഹൊസബാളെ കാണാൻ കൊണ്ടുപോയാൽ അത് ക്രിമിനൽ കുറ്റമാകുമോ? അജിത് കുമാറിന്റെ സഹപാഠിയും ആർഎസ്എസ് പ്രചാരകനുമായ എ ജയകുമാറിന് പോലീസിൽ നിന്നും മൊഴിയെടുക്കലിന് ഹാജരാകാൻ കിട്ടിയ നോട്ടീസാണ് ഈ ചോദ്യം സജീവമാക്കിയത്. അതിനിടയിലാണ് അന്വേഷണവുമായി സഹകരിക്കില്ലെന്ന് ജയകുമാർ തന്നെ പറയുന്നത്. കേരളത്തിലെ ആർഎസ്എസ് നേതാക്കളിൽ ദേശീയ തലത്തിൽ പ്രവർത്തിക്കുന്ന വ്യക്തിയാണ് ജയകുമാർ. പല നിർണായക ഉത്തരവാദിത്തങ്ങളും ജയകുമാർ ഏറ്റെടുത്തിട്ടുണ്ട്. അതിൽ പ്രധാനമായിരുന്നു നിയമസഭയിലേക്കുള്ള ബിജെപിയുടെ അക്കൗണ്ട് തുറക്കൽ. 2016 നേമത്ത് നിന്നും ഒ രാജഗോപാൽ ജയിച്ച് നിയമസഭയിലെത്തുമ്പോൾ നിർണായക ഉത്തരവാദിത്തങ്ങൾ ജയകുമാറിനുണ്ടായിരുന്നു. ജയകുമാറിന്റെ ഏകോപനവും വിജയത്തിൽ നിർണായകമായി മാറി. ഇതേ ജയകുമാറിന് തൃശൂരിലെ ലോക്സഭയിൽ ബിജെപി വിജയത്തിലും പങ്കുണ്ടോ എന്ന ചർച്ചയാണ് രാഷ്ട്രീയമായി അജിത് കുമാർ വിവാദം ഉയർത്തിയത്. അജിത് കുമാറിന്റെ വീട്ടിന് അടുത്താണ് ജയകുമാറിന്റെയും കുടുംബ വീട്. കോൺഗ്രസ് നേതാവ് തിരുവഞ്ചൂർ രാധാകൃഷ്ണന്റെ ഭാര്യ സഹോദരി ഭർത്താവ് കൈമനം പ്രഭാകരന്റെ അനുജനാണ് ജയകുമാർ. തിരുവനന്തപുരം എഞ്ചിനീയറിംഗ് കോളേജിലെ പഠനശേഷം ABVPയിലൂടെ എത്തിയത് RSS പ്രചാരക പദവിയിലാണ്. ജയകുമാറിന്റെ പ്രവർത്തനം കേരളത്തിന് പുറത്തായിരുന്നു. പരിവാറുകാരുടെ ശാസ്ത്ര പ്രസ്ഥാനമായ വിജ്ഞാൻ ഭാരതിയുടെ എല്ലാമായിരുന്നു ജയകുമാർ. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുമായി ആത്മബന്ധമുള്ള ഈ തിരുവനന്തപുരത്തുകാരൻ ISROയുടെ അടക്കം നിർണായക നയരൂപീകരണത്തിൽ പങ്കാളിയാണ്. BJP അധികാരത്തിലെത്തിയ ശേഷം കേന്ദ്ര ശാസ്ത്ര സാങ്കേതിക സ്ഥാപനങ്ങളിൽ വലിയ സ്വാധീനം ജയകുമാറിനുണ്ട്. കേരളത്തിലെ BJPയുടെ ഭാവി പ്രസിഡന്റായും ജയകുമാറിനെ കാണുന്നവരുണ്ട്. കുറച്ചു കാലം മുമ്പാണ് വിജ്ഞാൻ ഭാരതിയുടെ ചുമതലകൾ വിട്ട് ദക്ഷിണേന്ത്യയിൽ RSSനെ വളർത്തുകയെന്ന ചുമതലയിലെ മുഖ്യ പങ്കാളിയായി ജയകുമാർ മാറിയത്. നേമത്തെ രാജഗോപാലിന്റെ വിജയത്തിന് ശേഷമായിരുന്നു ഇത്. പഠനത്തിൽ മിടുക്കനായ ജയകുമാർ എഞ്ചിനീയറിംഗ് കോളേജിൽ വച്ച് ABVPയിൽ സജീവമായി. തുടർന്ന് പ്രചാരകനായി. കേരളത്തിൽ ശാസ്ത്ര കൂട്ടായ്മയായ സ്വദേശി സയൻസ് മൂവ്മെന്റിന് തുടക്കമിട്ടു. പിന്നീട് തട്ടകം ബംഗളൂരുവിലേക്ക് മാറ്റി. ഇതോടെ RSS ശാസ്ത്ര സാങ്കേതിക വിഭാഗമായ വിജ്ഞാൻ ഭാരതിയുടെ ജനറൽ സെക്രട്ടറി പദത്തിലെത്തി.